ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുടുംബത്തിനുള്ളിലെ അതിയായ സ്നേഹവും അതോടൊപ്പം മനസ്സിലാകാതെ പോകുന്ന ബന്ധങ്ങളുമാണ്. സുധീഷും നിധിയും തമ്മിലുള്ള ഈ ബന്ധം ശരിക്കും ഭാര്യാഭർത്തൃ ബന്ധമാണോ അല്ലെങ്കിൽ ഒരേ വീട്ടിൽ കഴിയുന്ന രണ്ട് അപരിചിതരുടേതോ എന്ന സംശയം സുധീഷിനെ ദിവസേന വേദനിപ്പിക്കുകയാണ്. നിധിക്കായി സ്കൂട്ടർ വാങ്ങിയപ്പോൾ അത് ഓടിക്കാൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് സുധീഷായിരുന്നു. പക്ഷേ നിധിക്ക് അവന്റെ അടുത്ത് ഇരിക്കാനും ഒരു മടിയുണ്ട്. അവൾക്ക് കൂടുതൽ വിശ്വാസം നികേഷിനോടും വീട്ടിലെ മറ്റുള്ളവരോടുമാണ്. അത് സുധീഷിന്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നു. സ്കൂട്ടർ പഠിപ്പിക്കുന്നതിനിടയിൽ സംഭവിച്ച ചെറിയ അപകടം വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിച്ചു. നിധി വീണപ്പോൾ എല്ലാവരും അവളെ ചുറ്റിപ്പറ്റി ശ്രദ്ധിച്ചു. പക്ഷേ സുധീഷിന് തോന്നിയത് മറ്റൊന്നായിരുന്നു. ഞാൻ അവളുടെ ഭർത്താവല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവൾ എന്നെ മാത്രം അകറ്റി നിർത്തുന്നത്? ഈ ചോദ്യം അവനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ തുടങ്ങി. അതിനുശേഷം സുധീഷ് തന്റെ മനസ്സിലെ വിഷമങ്ങൾ തോമസേട്ടനോട് തുറന്നു പറയുന്നു. അവന്റെ വാക്കുകളിൽ ഒരു ഭർത്താവിന്റെ വേദന വ്യക്തമാണ്. ഈ വീട്ടിൽ എല്ലാവർക്കും അവൾക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട്. സുഭാഷ് ചേട്ടൻ അവൾക്ക് മൂത്ത സഹോദരൻ പോലെ, നികേഷ് കുഞ്ഞനിയൻ പോലെ. പക്ഷേ ഞാൻ അവളുടെ ഭർത്താവാണെന്ന കാര്യം അവൾ ഒരിക്കലും മനസ്സിലാക്കുന്നുണ്ടോ? സുധീഷിന്റെ ഈ സംശയം വെറും അസൂയല്ല. അവൻ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. തന്നെ ഒരാളായി, ഒരു ഭർത്താവായി, ഒരു ജീവിത പങ്കാളിയായി നിധി അംഗീകരിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. അവിടെ തന്നെയാണ് തോമസേട്ടൻ അവനെ ആശ്വസിപ്പിക്കുന്നത്. അവൻ പറയുന്നു, പെൺകുട്ടികൾ എല്ലാം തുറന്നു പറയില്ല സുധീഷേ. നിധിക്ക് നിന്നോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൾ എന്തിനാണ് നിന്നെക്കുറിച്ച് ഇത്രയും വിഷമിക്കുന്നത്? നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിക്കാനായി അവൾ എത്ര കരഞ്ഞു എന്ന് ഞാൻ കണ്ടതാണ്. ഈ വാക്കുകൾ സുധീഷിന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. ഇതുവരെ താൻ തെറ്റായ രീതിയിൽ ചിന്തിച്ചിരുന്നോ എന്ന സംശയം അവനിൽ തുടങ്ങുന്നു. അതേസമയം വീട്ടിലെ അച്ഛനും ഒരു വലിയ സത്യം പറയുന്നു. ഭാര്യാഭർത്തൃ ബന്ധം ഒരു ദിവസം കൊണ്ട് വളരുന്നതല്ല. സമയം എടുത്താണ് ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സുധീഷിന്റെ കണ്ണുകളിൽ ഒരു മാറ്റം കാണാം. അവൻ മനസ്സിലാക്കുന്നു, നിധിക്ക് സമയം വേണം. അവളെ സ്നേഹത്തോടെ സമീപിക്കണം. അധികാരത്തോടെ അല്ല, കരുതലോടെ. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവസാന നിമിഷത്തിൽ സുധീഷ് നേരെ നിധിയുടെ ജോലി സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ആരോ നിധിയെ അപമാനിച്ചതായി കേട്ടപ്പോൾ അവൻ നിയന്ത്രണം വിട്ടു. എല്ലാവർക്കും മുന്നിൽ അവൻ പറയുന്ന ഒരു ഡയലോഗാണ് ഈ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ട്. നിയമപ്രകാരം നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. ആ നിമിഷം നിധിയുടെ മുഖത്ത് കാണുന്ന അതിശയവും വികാരവും ഈ ബന്ധത്തിന്റെ പുതിയ തുടക്കത്തിനുള്ള സൂചനയായേക്കാം. സുധീഷ് ശരിക്കും ഒരു നല്ല ഭർത്താവാകാൻ ശ്രമിക്കുകയാണോ? നിധി ഒരിക്കൽ അവനെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കുമോ? ഇവരുടെ ബന്ധം സ്നേഹത്തിലേക്ക് മാറുമോ? അടുത്ത എപ്പിസോഡുകളിൽ അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കും.